മൂന്ന് രാശിക്കാർക്ക് ശുക്രദശ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ശരിയായ സമയം വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ മൂന്ന് രാശിക്കാർ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം ഒരു വിജയത്തിലേക്ക് തന്നെ ചെന്നെത്തുവാനിടയാകും. മാത്രമല്ല, വളരെ കാലങ്ങളായി നിങ്ങളുടെ ആഗ്രഹങ്ങളായി മാത്രം കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഒരു ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ശുക്രൻ മകരരാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ രാശി പരിവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ മൂന്ന് രാശിക്കാർക്കും ഭാഗ്യദശ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു സൗഭാഗ്യകാലം തുടങ്ങിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വേദജ്യോതിഷ പ്രകാരം 2024 ഡിസംബർ മാസം 2-ാം തീയതി രാവിലെ 11:46 ശുക്രൻ മകരം രാശിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ശുക്രന്റെ രാശിമാറ്റത്തിന്റെ ഫലമായി 12 രാശിക്കാർക്കും ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് 3 രാശിക്കാർക്ക് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്, 12 രാശിക്കാർക്കും അവരുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുവാനിടയാകും. എന്നിരുന്നാലും ഈ ശുക്രന്റെ രാശിമാറ്റത്തിനാൽ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ വരുന്ന 26 ദിവസത്തിനുള്ളിൽ നേടിയെടുക്കുവാൻ പോകുന്നത് 3 രാശിക്കാരാണ്. ഈ 3 രാശിക്കാർക്കും സാമ്പത്തിക കുതിപ്പ് തന്നെയാണ് വരുവാൻ പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു സുഖകരമായ ജീവിതമായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ചില വസ്തുക്കൾ വാങ്ങുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അത് ചെറുതാവാം വലുതാവാം, ഒരു ചെറിയ കാര്യമായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് മാറ്റിവെക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ നിങ്ങളുടെ ചെറുത് മുതൽ വലിയത് വരെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഒരു സഫലീകരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഏതൊക്കെ രാശിക്കാരെയാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നാം പറയുവാൻ പോകുന്നത്. മകരം രാശിയിലേക്കുള്ള ശുക്രന്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണകരമായി വന്നിരിക്കുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ്. നിങ്ങൾ വളരെ കാലമായി കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ കിടന്ന പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു കാലയളവിൽ തിരിച്ചു വരുവാനിടയാകും. ഇനി ആരെങ്കിലും അങ്ങനെ തരുവാനുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കാതെ മറന്നിരുന്നതാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കുക. അതൊക്കെ തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് വരുവാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ വളരെ മികച്ച ഒരു ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ജോലിയില്ലാതെ ജോലിക്ക് വേണ്ടി അലഞ്ഞിരുന്നവർക്ക് പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും, അതുപോലെ തന്നെ സർക്കാർ ജോലിക്കായൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച് ജോലികളിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഉയർച്ച പെട്ടെന്നുണ്ടാകുമ്പോൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞിരുന്ന ചില സുഹൃത്തുക്കൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുവാനിടയുണ്ട്. എന്നാൽ നിങ്ങളുടെ ആപത്ത് കാലത്ത് നിങ്ങളെ വിട്ടിട്ട് പോയ ആളുകളായിരിക്കാം ഇവർ. അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുക. ആപത്ത് കാലത്ത് കൈവിട്ടവരെ സമ്പത്ത് കാലത്ത് വീണ്ടും അടുപ്പിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് സുഹൃത്തുക്കൾ മാത്രമാകണമെന്നില്ല, ബന്ധുക്കളോ അയൽക്കാരോ ആരുമായിക്കോട്ടെ. അങ്ങനെ ആരാണെങ്കിലും ആപത്ത് കാലത്ത് കൂടെ നിന്നവരാണെങ്കിൽ ഈ ഒരു കാലയളവിലും നിങ്ങൾക്ക് അവരെ കൂടെ കൂട്ടാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ കവർന്നെടുക്കുവാനേ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് തുടങ്ങുന്ന, അതായത് മേടം രാശിക്കാർ ഈ ഒരു സമയത്ത് തുടങ്ങുന്ന ബിസിനസ്സൊക്കെ നല്ലൊരു വിജയത്തിലേക്ക് തന്നെ വരുവാനിടയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളും അവരുടെ സഹകരണമൊക്കെ നിങ്ങളുടെ ജീവിതം വളരെ എളുപ്പമാക്കും. ഒരു കാര്യവും
ബുദ്ധിമുട്ടില്ലാതെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ തൊടുന്ന കാര്യത്തിലെല്ലാം പൊന്നു വിളയിക്കുന്ന സമയമാണ് ഇത്. അടുത്തതായിട്ട് ശുക്രൻ മകരം രാശിയിൽ എത്തിയതിനാൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാർ എന്ന് പറയുന്നത് കന്നി രാശിക്കാരാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ 26 ദിവസത്തിനുള്ളിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ സംഭവിക്കും. വിവാഹ തടസ്സങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന കന്നി രാശിയിലുള്ള ആളുകൾക്ക് ഈ തടസ്സങ്ങളൊക്കെ മാറി ഉടനെ തന്നെ വിവാഹം നടക്കുന്ന രീതിയിലേക്കുള്ള ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും. മാത്രമല്ല അവരുടെ ദാമ്പത്യ ജീവിതവും ഇപ്പോൾ വിവാഹം കഴിയുന്നവരുടെ മാത്രമല്ല എല്ലാ കന്നി രാശിക്കാരുടെയും ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവർക്ക് ഇടവരും. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു ബുക്കെടുത്ത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നേടിയെടുക്കുവാനായി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനായി ഈ സമയത്ത് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ അത് ഉടനെ തന്നെ ഫലപ്രാപ്തിയിലെത്തും. പുതിയ ജോലി തേടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനും തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ ലഭിക്കുവാനുമെല്ലാം അഭിവൃദ്ധിയോടുകൂടി കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുവാനുമൊക്കെ നിങ്ങളാൽ കഴിയും. മൂന്നാമതായി വരുന്നത് മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യത്തെ പറ്റി പറയുവാനാണെങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ ഇവർക്കുള്ളതാണെന്ന് തന്നെ പറയാം. കാരണം ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇതുവരെ. ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറണമെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു നിങ്ങൾ ഇതുവരെ ജീവിച്ചിരുന്നത്. എന്നാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ നേരിട്ടിരുന്ന എല്ലാ വെല്ലുവിളികളും ഇനി കുറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഒരുപാട് കന്നിരാശിയിൽപ്പെട്ട കടബാധ്യതയാൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തികമായ ഉയർച്ച ഈ 26 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ രീതിയിലുള്ള അംഗീകാരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്രകാരം ഞാൻ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാർക്കും നല്ല സമയമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ വന്നു ഭവിക്കുവാനിടയാകും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതമെന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.